ഹലോ ഗായ്സ്, ഇന്ന് മുതൽ ഞാൻ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് വട്ടപ്പാറ പോയിട്ടാണ് പോകാൻ ഗായ്സ്. അങ്ങനെ എൻ്റെ അമ്മ വട്ടപ്പാറോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വട്ടപ്പാറ എത്തി. സ്കൂൾ ബസ് വരാനായിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഗായ്സ്. നമ്മളെ അവിടുത്തെ വീട്ടിലാണെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള കുറച്ച് ദൂരേ ഉള്ളൂ വീട്. നമ്മൾ അമ്മേൻ്റെ വീട്ടിലായതുകൊണ്ടാണ് ഗൈസ് സ്കൂൾ ബസ്സിൽ പോകുന്നത്. നമ്മളോട് സ്കൂളിൽ ഒരു ബസ് പോകുന്നുണ്ട്, അതിൻ്റെ പിറകെയാണ് എൻ്റെ ബസ് വരുന്നത്. ഇവിടെ ഒത്തിരി കുട്ടികളുണ്ട് എനിക്കപ്പം ബസ്സിൽ പോകാനായിട്ട്. അങ്ങനെ എൻ്റെ ബസ് ദേ വരുന്നുണ്ട്. ഞാനിപ്പോൾ ബസ്സിൽ കയറും. ഞാൻ ബസ്സിൽ കയറാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ബൈ. അങ്ങനെ അവൻ്റെ സ്കൂൾ ബസ് വന്ന് അവർ കയറി പോകുന്നുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പം ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ്. കാരണം രാവിലെ പോയി അവന്ന് ഉച്ചയ്ക്ക് വരത്തുള്ളൂ. ഇവർക്ക് 2:30 മണി വരെ ഉള്ളൂ. ഇവർക്ക് അഡീഷണൽ എന്തെങ്കിലും എന്ന് വെച്ചാൽ ഫുട്ബോളോ സ്വിമ്മിങ്ങോ ഉണ്ടെങ്കിൽ അവൻ 4 സെക്കൻഡ് ട്രിപ്പിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അവർ 2:30 വരും. അങ്ങനെ ബസ് പോയി. ഇനി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് വൈകിട്ട് ഇനി വിളിക്കാൻ വരണം. അങ്ങനെ ഞാൻ അവനെ വിളിക്കാനായിട്ടുള്ള വെയിറ്റ് ചെയ്യുകയാണ്. അവൻ ഇന്ന് 4:30ക്കാണ് വരുന്നത്, 2:30ക്കല്ലായിരുന്നു. നേരത്തെ 2:30 പറഞ്ഞു. 4:30ക്കാണ്. ഇന്ന് ആ ഫുട്ബോൾ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഉള്ള സെക്കൻഡ് ട്രിപ്പിലെ ബസ്സിലാണ് വരുന്നത്. ഇവിടെ കുറേ കുട്ടികളുണ്ട് ഇറങ്ങാനായിട്ട്. രാവിലെ പോകുമ്പോഴും അങ്ങനെയാണ്, ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, ഒത്തിരി കുട്ടികളുണ്ട്. അങ്ങനെ ആ ചേച്ചി ഇറക്കുന്നുണ്ട്, ഓരോ കുട്ടികളായിട്ട് ഇറക്കുന്നുണ്ട്. അങ്ങനെ അവനെന്തോ ഇറങ്ങി വരുന്നുണ്ട് ഗെയ്സ്. കേട്ടോ, അവൻ്റെ ഫുട്ബോളിൻ്റെ ഡ്രസ്സാണിത്. ഫുട്ബോളൊക്കെ കളിച്ചിട്ടൊക്കെ വരുവാണ്. അങ്ങനെ എല്ലാ കുട്ടികളും ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പോകത്തുള്ളൂ. ബസ് കാരണം നമ്മുടെ വണ്ടി ഇനി മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ ബസ് പോയതിന് ശേഷം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ഞങ്ങളിനി വീട്ടിലോട്ട് പോവുകയാണ്. ബൈ.